ജൂതനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും ഒക്കെ ഇങ്ങനെ സഹകരിച്ചുകൊണ്ട് പോവാനാണല്ലോ എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്നൊരു ഇതിപ്പോഴേ വിശ്വാസം. അവിടെ ഒരു വലിയൊരു പ്രശ്നം എന്തായാലും ഉണ്ടാക്കിയണല്ലോ ഇത് UAE-ൽ. അതെങ്ങനെ നമ്മുടെ എക്കോണമിയെ ബാധിക്കും, അതേപോലെ ഇതിനെങ്ങനെ നമ്മളെ ആൾക്കാർ മറികടക്കും? എക്സ്പാൻഷനെ കുറിച്ചും ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ റൂമി ഇതിപ്പോൾ ഒരു ഈ സർപ്രൈസിൻ്റെ ഒരു പ്രശ്നം നമ്മളിതൊരു ഫാക്ച്വലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിക്കൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസിൽ World War I World War II പോകണം. അപ്പോൾ അതിലൊക്കെ ഒരു ഔട്ട്ലിയർ ഇവൻ്റ് വരുമ്പോൾ അതിലൊക്കെ കമ്പനികൾ ഇപ്പം അന്ന് കോക്ക് വുഡ്രഫ് എടുത്തത് പറ്റ സെഗ്മെൻറ്റ് നിന്നപ്പോൾ ഒരു സോൾജറിന് ഒരു കോക്ക് എന്നുള്ള മുദ്രാവാക്യത്തിലാണ് ഒരു കോക്കിനെ ഇൻസോൾവെൻ്റ് അല്ലാക്കാതെ ഡെവലപ്പ് ചെയ്ത് പിന്നെ എക്സ്ട്രീമായിട്ടുള്ള സിസ്റ്റം ഫോക്കസിലേക്ക് കയറി, എഫിഷ്യൻസി ഫോക്കസിലേക്ക് കയറി. അപ്പോൾ ബിസിനസ്സുകാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ സമയത്ത് നല്ല സിസ്റ്റംസും പ്രോസസ്സിനും ടൈം ഇട്ടുന്നതാണ്, ട്രെയിനിങ്ങിന് ടൈം ഇട്ടുന്നതാണ്. അതൊന്നും ഒരിക്കലും എന്താക്കരുത്, മിസ് ആക്കരുത്. ഗ്രോത്ത് വരുമ്പോൾ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല പലർക്കും, പല ബിസിനസ്സുകാർ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം ഓയിൽ പ്രൈസ് കൂടുകയാണെങ്കിൽ ഞാൻ ലേറ്റസ്റ്റ് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് എനിക്ക് പിന്നെ ദലാൽ സ്ട്രീറ്റ് ജേണലിൻ്റെ റിസർച്ച് പറയുന്നത് ഏകദേശം $13 to $14 billion എക്സ്ട്രാ ഇന്ത്യക്ക് പെട്രോളിയം ഇമ്പോർട്ടിന് കോസ്റ്റ് ആവുന്നില്ലാണ്. അതങ്ങനെ ആവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, ഇതിനെ ലിറ്ററലി അടിക്കണ സെക്ടേഴ്സ് ഉണ്ട് കുറേ എണ്ണം. ഏവിയേഷന്, അതേപോലെ തന്നെ ടൂറിസം ഇൻഡസ്ട്രി, പിന്നെ ലോജിസ്റ്റിക്സ്, പിന്നെ പെട്രോളിയം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം സെക്ടേഴ്സ് ഉണ്ടോ അതൊക്കെ കുറേ കൂടി ഒരു കംപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. ഈവൻ FMCG വരെ കംപ്രഷൻ സ്റ്റേജിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അതേസമയത്ത് മിനറൽസ്, മൈനിങ്, എനർജി ഇതൊക്കെ അപ്പിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനൊരു മിക്സ്ഡ് റിയാക്ഷൻസ് ആണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ഇപ്പം ഈ പ്രൊഫസർ സ്ലാറ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലും നമുക്കും ബാധകമാണ് ഇത് ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവണ വലിയൊരു ഫാക്ടർ, ഇപ്പം നമുക്കെപ്പോഴും ഈ എനർജി സൈക്കിൾ ഭയങ്കര സിമ്പിളാണ് കേരളത്തിൽ. കിണറുണ്ട് നമുക്ക്. പിന്നെ ആകെ പ്രശ്നം ഒരു ഗ്രിഡിലെ ഇലക്ട്രിസിറ്റിയാണ് നമ്മളെ പ്രശ്നം. അതും കൂടി ഇനി ഒരു ഓഫ് ഗ്രിഡ് ആണെങ്കിൽ നമ്മൾ ലിറ്ററലി ഇന്ത്യയിൽ എല്ലാവരും അവരവരുടെ സോളാർ പവറും കൂടി ആണെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു ഫുഡും കൂടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതിലാണ് മനസ്സിലാവുന്നത് ഡീസലിനേഷൻ പ്ലാൻ എത്രത്തോളം എഫക്റ്റ് ചെയ്യും. ഇറാൻ ആകെ 3% ഉള്ളൂ എന്നാണ് കാണാനില്ല. അപ്പം അതിൻ്റെ ഒരു അർത്ഥം അവർക്കതൊരു പ്രശ്നമല്ല. പക്ഷേ ഇസ്രായേലിന് വരെ ഭയങ്കര ഇഷ്യൂ ആണത്. അപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിച്ചെങ്കിൽ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കിണറുണ്ട്, പിന്നെ ഫുഡിന് നല്ലൊരു എനർജി സൈക്കിൾ ഉണ്ട്. മറ്റോടത്തൊക്കെ ഈ എനർജി സൈക്കിൾ എത്ര ടഫാന്ന് ആലോചിച്ച് നോക്കിയിട്ട്. അപ്പം നമ്മളിപ്പം ചേരന്മാരും ചോളന്മാരൊക്കെ ഭരിച്ച ദ്രാവിഡിയൻ സംസ്കാരത്തിൻ്റെ ആൾക്കാരല്ലേ കേരളത്തിലെ, ഇന്ത്യയിലെ ദ്രാവിഡന്മാരല്ലേ. അപ്പം നമുക്ക് ഭയങ്കര ഒരു സിവിലൈസേഷണൽ റിസൈലിയൻസ് ഇല്ലേ. നമ്മളെ വല്യപ്പാരൊക്കെ തമിഴന്മാരല്ലേ. അപ്പോൾ ആ തമിഴ് ദ്രാവിഡ സംസ്കാരം നമ്മളെ സിരകളിലൂടെ പോകുന്നില്ലേ റൂമി. അപ്പം നമ്മൾക്ക് ഭയങ്കര അതിജീവന ശക്തി ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയിൽ ബാക്കിയുള്ളവരൊക്കെ വന്നവരൊക്കെ പല നാടുകളിൽ നിന്ന് വന്നവരല്ലേ. അപ്പോൾ അവരൊക്കെ നമ്മൾ സ്വീകരിച്ചിരുത്തി, അവർക്കൊക്കെ നല്ലൊരു അവസരം നമ്മൾ ഇന്ത്യയിൽ ഒരുക്കി കൊടുത്തു. അപ്പോൾ ആ ഇന്ത്യ എന്നും അതിജീവിക്കുന്നതിനാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഈ മേഖല അങ്ങ് വിട്ടാലേ, ഇപ്പൊ ഈ യാത്രകള് ഇവരെ വെച്ചാണല്ലോ തുടങ്ങണേ. ഇപ്പൊ ബിസിനസ്സുകാരെ, അതിലിപ്പോ ചെറുകിട ബിസിനസ്സുകാരും ഉണ്ടാവും, വമ്പന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. ഇവരായിട്ടുള്ള യാത്രാ അനുഭവങ്ങൾ ഏതൊക്കെ? ഇപ്പൊ എത്ര കൺട്രീസിൽ പോയി? ഞാൻ ഏകദേശം 52 to 56 നേഷൻസിന്റെ ഇടയിലായി പോയി. അപ്പൊ അത് ഇവരെ കൊണ്ട് തന്നെ മുഴുവനായിട്ട് പോയത്? മുമ്പ് ആദ്യം കുറെ പോയതുണ്ട്, ഇങ്ങനെ പോക്ക് തുടങ്ങിയത്. അപ്പൊ അതില് ഈ യാത്രയിൽ ഇവര് എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? എന്താണ് ഇവരുടെ ഞാൻ ഇവരൊപ്പം പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ഞാൻ ആ യാത്രനേക്കാൾ കൂടുതൽ ഞാൻ ഇവരെ പഠിക്കാനാണ് ശ്രമിക്കാറ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവത്തിന് അങ്ങനെയാണ് ഒരു യാത്രനെ ആസച്ച് ആസ്വദിക്കാൻ എനിക്ക് കഴിയാറില്ല. ഞാൻ എപ്പോഴും ഇവർക്കാണ് മൈക്ക് കൊടുക്കും. ഞാൻ എന്നിട്ട് ഇവരെങ്ങനെ ഒബ്സർവ് ചെയ്യലാണ് എൻ്റെ ഒരു ആ യാത്രയിലൊരു മെയിൻ പരിപാടി. രണ്ടാമത്തെ ഇവരുടെ അടുത്ത് കുറെ പേഴ്സണൽ ടൈം കിട്ടും. ഇവരെ ഓരോരുത്തരടുത്തും കണ്ടമാനം പേഴ്സണൽ സോണിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത് പലപ്പോഴും കൺസോർഷ്യത്തിൻ്റെ യാത്രകളായിരിക്കും. അപ്പോൾ കൺസോർഷ്യത്തിൻ്റെ കുറേ ചർച്ചകളും കാര്യങ്ങളും തലയിൽ നടക്കും. നാലാമത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ
ശരിക്കും സ്റ്റാൻഫോർഡിൻ്റെ വലിയൊരു സാധനമാണ് ഈ വാൽസ് ഫ്രെയിം വർക്ക്. ഈ വാൽസ് ഫ്രെയിം വർക്കിൽ സ്റ്റാൻഫോർഡ് പറയുന്ന വലിയൊരു സാധനം, ഒരു മനുഷ്യന് പിന്നെ സ്ട്രൈവർന്ന് അച്ചീവർ ആവലാണ് ലോകത്തിലൊരു ഭൂരിപക്ഷം ജനങ്ങളെ ലക്ഷ്യം. അതായത് ഇത്ര ഒരു ബാങ്ക് സേവിങ്, ഒരു വീട്, കുട്ടികൾക്കൊരു നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ലൊരു വാഹനം, പിന്നെ വീടുണ്ടെങ്കിൽ മുറ്റൊന്ന് ഇൻ്റർലോക്ക് ആക്കുക, പിന്നെ കുറച്ചുകൂടി പൈസ കൂടുകയാണെങ്കിൽ പറമ്പൊന്ന് ഇൻ്റർലോക്ക് ആക്കുക. ഇതാണ് ഒരു മനുഷ്യൻ 4 ടോയ്ലറ്റിൽ അല്ലെങ്കിൽ ഒരു 8 ടോയ്ലറ്റിൽ വീടാക്കുക. ഒരു ലൈബ്രറി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഇതാണ് ഒരു ശരാശരി മനുഷ്യൻ്റെ ലക്ഷ്യമായിട്ട് കാണുക ലോകത്താകെ. അപ്പോൾ ഒരു അച്ചീവർ കാറ്റഗറി. അതിൽ നിന്ന് വിഭിന്നമായിട്ട് നിൽക്കുന്ന 3 കാറ്റഗറി വാൽസ് പറയുന്ന ഒന്ന് തിങ്കേഴ്സാണ്. സൊസൈറ്റിയിലെ ചിന്തകന്മാരാണ് അവിടെ റിഫ്ലക്ഷൻസ് കൊണ്ടുവരുന്നത്. സൊസൈറ്റിയിലെ കൾച്ചറിൻ്റെ ഷിഫ്റ്റും സീസ്മിക് ഷിഫ്റ്റൊക്കെ നടത്തുന്നവരും പൊളിറ്റിക്കൽ ചിന്തകരും. ഇപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, ഷൈമറാണ് 2018 ആദ്യമായിട്ട് പറഞ്ഞത് ലോകം മൾട്ടിപോളറായി എന്ന് പറയുന്നത്. ഇപ്പോൾ പലരും ഇന്നത്തെ ഈ സമയം റഷ്യ, ഇറാൻ, US ഒക്കെ അല്ലേ ഒരു മൾട്ടിപോളാർ വേൾഡിന്റെ ബർത്തിങ് ആണോ ഈ നടക്കുന്നത് ബെറ്റ് ചെയ്യുന്ന കുറെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളുണ്ട്. അങ്ങനെ ഒരു വലിയ ചർച്ച അങ്ങനത്തെ കുറെ പെട്രോൾ ഡോളറിന്റെ ഉണ്ടാവുമോ അങ്ങനത്തെ കുറെ. അപ്പോൾ ഈ തിങ്കേഴ്സ് വലിയ കാറ്റഗറി. അപ്പോൾ ഒരു ബിസിനസ്സിലെ തിങ്കർ ആരാന്ന് പറഞ്ഞാൽ HR മാർക്കറ്റിംഗ് ഫിനാൻസ് ഓപ്പറേഷൻ IT സിസ്റ്റത്തിനെ പക്ക ഷേപ്പും റീഷേപ്പും ചെയ്യുന്ന തിങ്കറായിട്ടുള്ള ഒരു ബിസിനസ്സിനെ മാറുക എന്നുള്ളതാണ്. അതിൽ വേറൊരു സാധനമാണ് ഇന്നോവേറ്റർ കാറ്റഗറി. ഇന്നോവേറ്റർ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ബിസിനസ്സിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ലേണിംഗ് എവിടെയും പോയിട്ട് കരസ്ഥാക്കുന്ന ബിസിനസ്സുകാരാണ്. അതിന് വേണ്ടിയിട്ട് പോവാത്ത സെമിനാറുകൾ ഉണ്ടാവില്ല, അതിൻ്റെ എക്സ്പോകളിൽ പങ്കെടുക്കുക, ട്രേഡ് ഷോകളിൽ പങ്കെടുക്കുക, അത് തൻ്റെ മക്കളെ തന്നെ ഇന്നോവേറ്റീവ് ഇൻഡെക്സിന് വേണ്ടിയിട്ട് വളർത്തുന്ന നല്ല നല്ല സിലബസുകളിൽ വളർത്തുക. ഇങ്ങനത്തെ ബിസിനസ്സുകാരൻ, അതാണ് ഇന്നോവേറ്റർ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന ഇന്നോവേറ്റേഴ്സാണ്. ജെഫ് ബെസോസ് ഒരു ഇന്നോവേറ്ററാണ്, എലോൺ മസ്ക് ഒരു ഇന്നോവേറ്ററാണ്, അതേപോലെ തന്നെ സക്കർബർഗ് ഒരു ഇന്നോവേറ്ററാണ്. ഇല്ലായ്മ എന്നൊരു പുതിയ സാധനം കണ്ടെത്തുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലാരാ അങ്ങനെയുള്ളത് ഇന്നോവേറ്റേഴ്സ്? നമ്മുടെ നാട്ടിൽ അപൂർവം കുറവാണത്. ഇങ്ങനെ കോപ്പികളാണല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഇല്ലാത്തത്. അപ്പോൾ അത് പിന്നെ ശരിക്കും നമ്മളെ കേരള സമൂഹവും ഇന്ത്യൻ സമൂഹവും ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നോക്കിയിട്ട് ഇന്ത്യയിൽ ഒന്നടങ്കം ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്നത് ഇങ്ങനെ നമ്മളെ എന്താ പറയുക, വൃത്തിയില്ലായ്മനൊക്കെ നോർത്തിലെ വല്ലാതെ പരിഹസിക്കുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണ്. ഞാൻ പലപ്പോഴും വ്ളോഗുകൾ കാണുമ്പോൾ തന്നെ ഇന്ത്യനെ ഇങ്ങനെ പരിഹസിക്കുമ്പോൾ എനിക്ക് ഒരു സൈഡിൽ വേദന ഉണ്ടാവില്ല. അവർ ഈ പോണ സ്ഥലങ്ങളിൽ വൃത്തിയില്ല കുറേ ഇന്ത്യയിലെ സ്ഥലങ്ങളുണ്ട്, അത് കാണിക്കാതെ വൃത്തികേടായ സ്ഥലങ്ങൾ മാത്രമാണ് അവരെന്താ പറയുക കാണിക്കാറ്. അപ്പോൾ അത് ഒരു പൊതു സൊസൈറ്റിയിൽ പോകുമ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ കേരളത്തിലിരിക്കണ എനിക്ക് എൻ്റെ സ്ട്രീറ്റുകളും എൻ്റെ നാടും ഭയങ്കര വൃത്തിയില്ല നാടാണ്. അപ്പോൾ പലപ്പോഴും ഈ കേരളത്തിൽ വരുന്ന സായിപ്പുമാരൊക്കെ ഭയങ്കര നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇട്ടിട്ടാണ് പോകുന്നത്, ഭയങ്കര പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം അതൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവുക, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷനും എന്താ പറയുക ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നതും ഒരു വായനാശീലം വളർത്തിയതും ഉള്ളിലെ പഴയ കമ്മ്യൂണിസ്റ്റ് ആ ഒരു ലെഫ്റ്റ് പാർട്ടീസ് ഉണ്ടാക്കിയിട്ടില്ലേ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെത്ര പറയണമെങ്കിലും ലെഫ്റ്റ് പാർട്ടീസ് നമ്മൾ ഉണ്ടാക്കിയ സ്വാധീനം ഹ്യൂജാണ്. അതിന് നമുക്ക് നെഗേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാക്കപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകൾ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസുകൾ, അതെ, പ്രാഥമിക ആരോഗ്യ രംഗത്തിൽ എല്ലാം നമ്മൾ ഈ യാത്രകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പോയ സ്ഥലങ്ങളിൽ ഇപ്പോൾ ബിസിനസ്സുകാർ നിങ്ങൾ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, ഈ ആഫ്രിക്കയിലെ പുതിയ ഓപ്ഷൻസ്, എനിക്ക് തോന്നുന്നു ആഫ്രിക്കയിലൂടെയൊക്കെ പോയി അങ്ങനെ ആഫ്രിക്കയിൽ ഞാൻ സദേൺ ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നോർത്ത് ആഫ്രിക്കയിലാണ് പോയിട്ടുള്ളത്. ഞാൻ ഈസ്റ്റും സെൻട്രലും നോർത്ത് ആഫ്രിക്ക എനിക്ക് മിസ്സിംഗ് ആണ്, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ സ്ഥലങ്ങളാണ്. സദേൺ ആഫ്രിക്ക ടോട്ടലി ബ്രിട്ടീഷ് കോളനീസ് ആണ്, ഇംഗ്ലീഷ് വൈഡ്ലി സ്പോക്കൺ ആണ്. ഞാൻ ഒന്ന് ബോട്ട്സാന ഒരു മിഡ് ഇൻകം കൺട്രിയാണ്, സൗത്ത് ആഫ്രിക്ക ഡെവലപ്ഡ് നേഷനാണ്, സിംബാബ്വെ ഒരു മിഡ് ഇൻകം കൺട്രിയാണ്, നോട്ട് മിഡ് ഇൻകം കൺട്രി, ഒരു ഭയങ്കര പുവർ കൺട്രിയാണ്, സാംബിയ ഒരു മിഡ് ഇൻകം കൺട്രിയാണ്. പിന്നെ എനിക്ക് തോന്നിയിടത്തോളം മറ്റേ സൊമാലിലാൻഡ് പോയിട്ടുണ്ട്, ഞാൻ ഈജിപ്ത് പോയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സൊമാലിലാൻഡൊക്കെ ഭയങ്കര ത്രൈവിങ് കൺട്രി ആയിട്ട് എനിക്ക് തോന്നിയത്. ഈജിപ്ത് എനിക്ക് തോന്നിയിടത്തോളം
എഗെയിൻ ഒരു മിഡ് ഇൻകം കൺട്രി ആയിട്ടാണ് തോന്നിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നത്തിലും ഈ ഈസ്റ്റ് ആഫ്രിക്കയും വെസ്റ്റ് ആഫ്രിക്കയും സദേൺ ആഫ്രിക്ക ഒക്കെ ഭയങ്കര ഗ്രോയിങ് ആണ്. ആഫ്രിക്കയിൽ എപ്പോഴും ഇല്ലൊരു പ്രശ്നം, ഒരു മിഡിൽ ക്ലാസ് എന്നോ സാധനം അവിടെ ഇല്ല. ഒന്ന് അപ്പർ റിച്ച് ആണ്, ബാക്കിയൊക്കെ പൂറാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മദനിക്ക് എന്നോട് പറഞ്ഞ കാര്യം, നമ്മൾ 5 വർഷം UAE ഇരിക്കുന്ന 1 വർഷം കൊണ്ട് ആഫ്രിക്കയിൽ നിന്ന് ഉണ്ടാക്കാതില്ലേ. അദ്ദേഹം പറഞ്ഞ റിച്ചിന് മാത്രം സെല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആഫ്രിക്കയിൽ വലിയ ബിസിനസ്സുകാരന് ആവാതില്ല. പിന്നെ മൾട്ടിനാഷണൽ കമ്പനീസ് ഒന്നും അങ്ങോട്ട് അത്ര പെനിട്രേറ്റ് ചെയ്തിട്ടില്ല, വാട്ട് എവർ ഇറ്റ് മേ ബി. പക്ഷെ അത് നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കില്ലൊരു പ്രത്യേകത, നമ്മൾ സൗത്ത് ഇന്ത്യൻസിൻ്റെ പ്രത്യേകത, നമ്മൾ ദ്രാവിഡിയൻ സംസ്കാരം ഉണ്ടായത് നമുക്ക് ട്രൈബ്സിനെ വേഗം തിരിച്ചറിയും. നമ്മൾ അറേബ്യയിൽ എന്തുകൊണ്ടാണ് മല്ലൂസ് ഇത്ര സക്സസ്ഫുൾ ആവാണ്ടായ ഒരു റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് അറബ്സ് ട്രൈബ്സാണ്. അപ്പം നമുക്ക് ആ ട്രൈബിനായിട്ട് എങ്ങനെ നിൽക്കണം എന്നില്ല നാക്ക് നമുക്ക് നല്ല അറിയാം. ആ നേക്കാണ് നമുക്ക് ആഫ്രിക്കയിലും, അത് ചൈനീസിന് വരെ ഇല്ലാന്ന് എനിക്കറിയാം. ചൈനീസ് എക്സ്ക്ലൂഡഡ് ആവും. അവർക്കൊന്നും അവർ ഓൾറെഡി ഒരു ഭയങ്കര സെക്ലൂഡഡ് ആയിട്ടില്ലേ, ഒരു എന്താ പറയുക, ഒരു ഹാൻ വംശജരാണ് അവര്. കൺഫ്യൂഷ്യസ് ഫിലോസഫിയിലില്ലേ, അതിൽ വേറൊരു കമ്മ്യൂണിറ്റി അവരെന്താക്കൂല, കേറ്റൂല. നമ്മൾ ദ്രാവിഡിയൻസ് ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന പ്രത്യേകത, ഒരു തമിഴിൻ്റെ ബേസിക് ആയിട്ടുള്ള കൾച്ചർ എന്തൊക്കെ. ഇന്ത്യയിൽ ഇത്ര മനോഹരമായ സ്ഥലം ഉണ്ടോ തമിഴ്നാടല്ലാതെ? ഇത്ര മനോഹരമായ ഒരു ഭാഷ ഉണ്ടോ തമിഴ് അല്ലാതെ? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ സംസ്കാരം നമ്മളെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഓരോ മല്ലൂനും ഓരോ തമിഴനും ഇവിടെയൊക്കെ പോകുമ്പോൾ ഇവരുടെ അടുത്ത് വേഗം റിഫ്ലക്റ്റ് ചെയ്ത്, എനിക്ക് പലപ്പോഴും ആഫ്രിക്കൻസിനെ കാണുമ്പോൾ എനിക്ക് തോന്നിയിടത്തോളം, ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, പിന്നെ ലോകത്തിലെ മുതുമുത്തശ്ശി ശരിക്കും എത്യോപ്യക്കാരിയാണ്. അപ്പോൾ നമ്മൾ ഈ ഫലകചലന സിദ്ധാന്തം അനുസരിച്ച് ഒലിച്ചു വന്ന രാജ്യമാണ് ഇന്ത്യയൊക്കെ. ഇപ്പം നമ്മളെ പൂർവ്വപിതാക്കന്മാർ ആഫ്രിക്കക്കാരാണ്. അപ്പോൾ എൻ്റെ കളർ എനിക്ക് കുറച്ചുകൂടി അവരോടാണ് താതാത്മ്യം തോന്നാറ്. ഞാൻ കറുത്ത സുന്ദരിമാരെയാണ് വെളുത്ത സുന്ദരിമാരെക്കാൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ മൈൻഡ് സെറ്റിലെ ബിസിനസ്സുകാരൊക്കെ ആഫ്രിക്ക എക്സ്പ്ലോർ ചെയ്യാന്ന്. എനിക്ക് ആഫ്രിക്ക പോകുന്നത്, എനിക്ക് പയ്യനങ്ങാട് തിരൂരൊക്കെ പോണ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും കിട്ടല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷം തരും ബേസിക്കലി ആഫ്രിക്ക. അപ്പോൾ പിന്നെ ആഫ്രിക്കയിലെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്താൽ അവർ കറുത്ത വർഗ്ഗക്കാരായതുകൊണ്ട് അവരുടെ ഉള്ളിൽ റാസിസം ഇല്ല, അവരുടെ ഉള്ളിൽ ചേർത്ത് പിടിക്കലേ ഉള്ളൂ. ഇങ്ങനെ ഈ വേറിട്ട് നിർത്തുന്ന ഒരു പരിപാടി അവർക്കില്ല. അത് വലിയൊരു ഇതല്ലേ. ഈ ലോകത്തെ എവിടെല്ലാം ഈ ആര്യൻ റൈസ് ഉണ്ടായിട്ടുണ്ടോ അവരാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വേർതിരിവുകളും ആളുകളെ കളറിൻ്റെ പേരിൽ വിഭജിച്ചതും അതൊന്നും ലോകത്ത് ഉണ്ടാക്കണ റീപർക്യൂഷൻസ് ചില്ലറ അല്ലാന്നറിയാം. അപ്പം അതിൽ ഇവരെ ഈ ആഫ്രിക്കയിലെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ? ഇപ്പം ബിസിനസ്സുകാർ എന്തുകൊണ്ട് ആഫ്രിക്കയിൽ പോകണം, എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി? ഒന്നാമത് അവർക്കൊരു പ്രൈമറി എക്കണോമീസ് ആണ്. അവർക്കൊക്കെ മിനറൽസ് ആൻഡ് മൈനിങ്സ് ഭയങ്കരമായിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഒരു പൊളിറ്റിക്കൽ ക്ലാസ് ആയിരിക്കും. രണ്ടാമത്തെ ആഫ്രിക്കയിൽ ബ്രാൻഡിന് വലിയ സ്കോപ്പാണ്. ആഫ്രിക്കയിൽ ശരിക്കും ലുലു പോലത്തെ ഒരു സീരീസ് ആഫ്രിക്കയിൽ ആകെ സാധ്യതയല്ലേ ഉണ്ട്. അവിടെ ചോപ്പീസ് ഉണ്ട്, നമ്മളെ രാമേന്ദ്രേട്ടൻ്റെ. അത് സദേൺ ആഫ്രിക്കയിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. രാമേന്ദ്രേട്ടൻ ഒരു പക്ഷേ ഒരു പൊതുസമൂഹം അധികം അറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനാണ്. നമ്മളെ മലയാളി യൂസഫ് അലിന്റെ അതേപോലെ കിടപിടിക്കാവുന്ന ഒരു മലയാളി ബിസിനസ്സുകാരനാണ് രാമേന്ദ്രേട്ടൻ. പക്ഷെ അദ്ദേഹം PR-ലൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം അദ്ദേഹത്തിന് അറിയപ്പെടാത്ത. ഞാനും അത് സൗത്ത് ആഫ്രിക്ക പോയപ്പോൾ മനസ്സിലാക്കി രാമേന്ദ്രേട്ടന്. അപ്പോൾ എനിക്ക് തോന്നിടത്തോളം പിന്നെ ആഫ്രിക്കയിൽ നമുക്ക് മല്ലൂസ് ചെയ്യണ എല്ലാ ബിസിനസ്സിനും, ഇപ്പോൾ ഒന്നാമത് ഇപ്പോൾ FMCG ആയാലും സർവീസസ് ആയാലും എല്ലാത്തിനും, സ്കൂൾസിനും കോളേജസിനും ഒക്കെ ഭയങ്കര സ്കോപ്പ്. ഇപ്പോൾ റൂമിന് തന്നെ എത്രയോ പ്രാവശ്യം ഇപ്പോൾ മൊറീഷ്യസിലേക്ക് ക്ഷണിച്ചു. ഈ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഒക്കെ നമ്മൾ മൊറീഷ്യസ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു വലിയ വൈഡർ മാർക്കറ്റ് ഉണ്ട് ഇന്ത്യയും ആഫ്രിക്കയും. അപ്പം അവിടെ ഏറ്റവും സേഫായ സ്റ്റേബിളായ എക്കോണമിയാണ് മൗറീഷ്യസിൽ അതിന് വലിയൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ സാറ് പറഞ്ഞല്ലോ എന്തേ, ഇപ്പൊ മലയാളി കുട്ടികൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് സാറ് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇവിടെ 5 വർഷം ഡിഗ്രിയും PGയും LLBയും എന്ന് പറഞ്ഞാൽ 8 വർഷം കേരളത്തിലെ ക്യാമ്പസ് പഠിച്ച ആളാണ്. എന്താണ് നമുക്ക് ബാക്കിയുണ്ടായ കുറേ രാഷ്ട്രീയ ഓർമ്മകൾ. അത് മോശമെന്നല്ല ഞാൻ പറയണത്, പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്നും നമ്മുടെ ക്യാമ്പസുകൾ തരുന്നില്ല. ഒരു നമ്മുടെ ക്യാമ്പസിൽ നിന്ന് നമുക്കൊരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചുള്ളൊരു ചർച്ചയില്ല കേരളത്തിലെ ക്യാമ്പസുകളിൽ, എവിടെയില്ല. ഇപ്പോൾ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ
പിന്നെ അല്ലെങ്കിൽ അതിന് വേണ്ട സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഇല്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് നാളെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ഞാൻ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കാനോ ഒരു മെയിൽ അയക്കാനോ ഒരു മെയിൽ ഇപ്പോൾ ChatGPT വന്നുകൊണ്ട് ബുദ്ധിമുട്ടില്ല. നമുക്കിത് കഴിയാതിരുന്നത് ഈ ക്യാമ്പസിൻ്റെയും നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെയും പ്രശ്നമാണ് എന്ന തിരിച്ചറിവാണ് ഈ കുട്ടികളെ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത്. 2, നമ്മൾ 8 വർഷമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ കുട്ടിക്ക് 8 വർഷമൊന്നും പഠിക്കാനുള്ള ക്ഷമയില്ല ഈ പുതിയ ജൻസികൾക്ക്. അപ്പോൾ അവർക്ക് 1-2 വർഷത്തിന് അവൻ പണിയെടുത്തുകൊണ്ട് അവനെ സ്കിൽഡാക്കുന്ന കോഴ്സുകൾ ചെയ്യാൻ പറ്റുന്ന വളരെ ചീപ്പായ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് മൗറീഷ്യസ്. അതാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. അവിടെ വന്ന് ഞാൻ കാണുന്നത് വൈസ് ചാൻസലറായിട്ട് സാറ് വരണം എന്നാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റൂമി എന്നെ ക്ഷണിച്ചപ്പോഴും ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചത്, പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ദുബായിൽ തന്നെ അതിന്റെ വലിയൊരു സംഭവം ഇങ്ങനെ നോളജ് വില്ലേജോ അതിലിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരുന്നു TIBന്റെ പാർട്ടായിട്ട്. പിന്നെ വേറൊരു ഓഫ് റാമ്പ് എടുത്തത് പോവുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അതിലിങ്ങനെ സ്റ്റക്കായിരുന്നു. അല്ല, അതിലൊരു പ്രശ്നം, അത് നല്ലതാണ്. UAE ഭയങ്കര ഓക്കെയാണ്. പക്ഷെ UAE എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അഫോർഡ് ചെയ്ത് ഇപ്പോൾ ഒരു കുട്ടി ഒരു 10 ലക്ഷം റുപ്യ കൊടുത്ത് ഒരു 1 ഇയർ കോഴ്സ് ചെയ്യുന്ന കുട്ടി, അവന് അത് കഴിഞ്ഞ് നമുക്ക് അവനെ പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ കഥ. ഇത് നേരെ മറിച്ച് ഒരു 2 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ അവനെ നമുക്ക് ട്രെയിൻ ചെയ്ത് വിടാം. വാട്ടെവർ. ഇപ്പോൾ ഈ സാറ് പറയണ ഈ കണ്ടൻറ്റ് നമുക്ക് ആഫ്രിക്കയിലെയും ഇന്ത്യയിലെയും ഒരു ലോവർ മിഡിൽ ക്ലാസ്സിനും നമ്മൾ ഈ സാധനം കൊടുക്കണ്ടേ? ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു ഗ്ലോബലൈസേഷൻ, അവന് നമ്മൾ ഒരു ഉഴുന്നുവടി കൊടുത്താൽ മതി, പിന്നെ അവൻ കയറി പോയിക്കോളും. അപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം എന്താ, ഇപ്പം നമ്മളെ സാധാ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ അവന് കയറാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ എറ്റിക്കേറ്റ്സ് അറിയില്ല. കിട്ടിയാൽ ഇവനായിരിക്കും ഇംഗ്ലീഷ് മീഡിയം കുട്ടീനേക്കാൾ ഉഷാറ്. നമ്മളിതുവരെയുള്ള നമ്മളൊരു എക്സ്പീരിയൻസ് അങ്ങനെ. കാരണം റീസണിങ്ങിലും ലോജിക്കിലും ഇവനായിരിക്കും മുന്നിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ ഇതിൽ സസ്റ്റെയിൻ ചെയ്യും. ഞാൻ എത്രയോ ആളുകളെ കണ്ട ഒരു സാധനം. അപ്പം അങ്ങനെ അവനെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഫിനിഷിംഗ് സ്കൂളായിട്ട് ശരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും റൂമി, പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇൻവെസ്റ്റേഴ്സ് ആയാലും കോഴ്സിന് താല്പര്യം വരട്ടെ. ഒപ്പം തന്നെ ഞാൻ എൻ്റെ ടീമിനോട് ഇത് സംസാരിക്കും. ഞാനതിൽ എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കായിട്ടില്ല. മാത്രമല്ല അത്ര ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഈ ബിസിനസ്സിൽ എനിക്കില്ല. ഇപ്പം ഞാൻ പഠിച്ചത് മുഴുവൻ ബിസിനസ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ്. ഞാൻ പഠിച്ചത് ജേർണലിസവും ലോയാണ്. പക്ഷെ നമ്മൾ ചെയ്ത് നിൽക്കുന്നത് ബിസിനസ്സാണ്. അതൊരു ലൈഫിൻ്റെ ഓരോ ഇതാണല്ലോ. അപ്പോൾ സാറിനെ ഞാൻ കാണുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ ഒരു ഹെഡായിട്ട് ഇത്രയും ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള ആഫ്രിക്കയിലെയും ഇന്ത്യയിലെയും അണ്ടർ പ്രിവിലേജിന് അത് ചെയ്താൽ മതി. ഒരു 3 ലക്ഷം റുപ്യ ഒരു കൊല്ലം ചിലവാക്കാൻ പറ്റുന്ന ഒരു ലോവർ മിഡിൽ ക്ലാസ്, അവരാണ് നമ്മളെ ടാർഗറ്റ്. അവരാണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പം നമ്മൾ മൗറീഷ്യസ് മാർക്കറ്റിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത് മഡഗാസ്കർ, പൂവർ കൺട്രിയാണ്, റുവാണ്ട, സാംബിയ, ഇവിടെ നിന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ട്, നൈജീരിയ. ബേസിക്കലി ക്രിയോൾസും ഇന്ത്യൻസും ഒക്കെ കൂടി മിക്സ്. അതെ. പോർട്ട് ലൂയിസിലെ എനിക്ക് തോന്നിയിടത്തോളം എന്തായാലും ഒരു നല്ല ആശയമാണ്. നമുക്കത് നടപ്പിലാക്കാൻ പറ്റണം. അതിലൂടെ നമുക്കൊരു കാര്യം ചെയ്യേണ്ടത്, നമുക്ക് നമ്മളെ ഇന്ത്യയിലെ കുട്ടികളും കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ്. ഇന്ത്യയിലെ കുട്ടികളാണ് നമ്മൾ ടാർഗറ്റ്. അപ്പം അതിലൊരു സംഗതി ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഇവിടെ നമുക്കൊരു യൂണിവേഴ്സിറ്റി തുടങ്ങണമെങ്കിൽ എന്തെല്ലാം ഫോർമാലിറ്റീസ്. ഇത് അവിടെ ഒരു യൂണിവേഴ്സിറ്റി ആക്കിയിട്ട് നമുക്കൊരു ഫോറിൻ യൂണിവേഴ്സിറ്റി ആയിട്ട് ഇങ്ങോട്ട് വരാം. ആരും നമ്മളെ തടയില്ല. നമ്മൾ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങാൻ നമുക്ക് അവിടുത്തെ ഫോറിൻ അഫിലിയേഷൻ മതി. അങ്ങനെയൊക്കെയുള്ള സാധ്യത ഉണ്ട് ഇന്റർനാഷണൽ കൊളാബറേഷൻസിന്. എന്തായാലും നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ എല്ലാവരും ഒരു വൈഡർ സൊസൈറ്റി അറിയട്ടെ. അതെ. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. താല്പര്യം മൈൻഡുകൾ വരട്ടെ. നമുക്ക് പുട്ടപ്പ് ചെയ്യണം. അതെ. ആഫ്രിക്കനെയും അതേപോലെ തന്നെ നമ്മളെ ഇന്ത്യക്കും ബ്രോഡർ GCC കൺട്രീസ്, നമ്മളെ മല്ലൂസ് ബിസിനസ് ചെയ്യുന്ന അവർക്കൊക്കെ ഉപയുക്തമായിട്ടുള്ള കോഴ്സുകൾ ചെയ്യണം. ഇപ്പം അതാണ് അതിലൊരു സാധനം ചോദിച്ചത്. ഇപ്പം സാറ് പറഞ്ഞു എന്തേ ഈ സർട്ടിഫിക്കേഷനെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പം ഇവരെ ഈ എക്സിക്യൂട്ടീവ് MBA പഠിക്കുന്ന ആളുകളെ നമുക്ക് 2-3 ആഴ്ചത്തേക്ക് മൗറീഷ്യസ് കൊണ്ടുപോയാൽ മതി. അവർക്ക് ഭയങ്കരമായ ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റും.
അവർക്കൊരു ട്രിപ്പ് ആവുകയും ചെയ്യും, അവർക്കൊരു അപ്പോൾ നമുക്ക് കുറേ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ കൊടുക്കാൻ പറ്റും. സാറിനെ പോലെ ഒരാളുണ്ടെങ്കിൽ നമുക്കതൊരു ഭയങ്കര ഇൻഷാല്ലാ. അപ്പോൾ നമുക്കിനി അവസാനിപ്പിക്കാം. അതിൻ്റെ മുന്നേ ഈ ആഫ്രിക്കയിലെ ഇപ്പോൾ ഞാൻ കുറേ ബിസിനസ്സുകാരെ പഠിപ്പിച്ചു. അതിൽ ഈ ബിസിനസ്സുകാരിൽ നിന്ന് സാറെന്താ പഠിച്ചേ? അങ്ങനെ ഉണ്ടല്ലോ, ബിസിനസ്സുകാരിൽ ഞാൻ പഠിച്ചൊരു വലിയൊരു കാര്യം, അവരെല്ലാവരും ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ്. ഒരു തുരുത്താണ് ഓരോ ബിസിനസ്, എല്ലാവരും ഓരോ തുരുത്താണ്. പക്ഷേ ഓൺട്രപ്രനേഴ്സ് ആയതുകൊണ്ട് 1000 കുത്തുകൾ കുത്തിയിട്ട് നിൽക്കുന്നവരായിരിക്കും. കിട്ടുന്നവരൊക്കെ അവരെ പറ്റിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ആരെങ്കിലും അവരടുത്ത് ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റോ സർവീസൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ണടക്കണം എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഒരു കാര്യം മനസ്സിലാക്കിയത്, അവരടുത്ത് അടുത്തെത്തുമ്പോഴാണ് അവർ എത്രത്തോളം ജെന്യൂയിനാണ്. അവരൊരു പ്രൊഡക്റ്റും സർവീസും മോശമാക്കാൻ വേണ്ടിയിട്ടല്ല, അറിയാതെ അവരെ സ്റ്റാഫ് അങ്ങനെ ചെയ്ത് പോകുന്നതാണെന്നില്ല എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവരെ നമ്മൾ ശരിക്ക് റെസ്പെക്റ്റ് ചെയ്യണം. ഞാൻ സന്തോഷ് സാറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ വലിയൊരു കാര്യം, നമ്മളവിടെ ഈ ടാക്സ് അടക്കുന്ന ഓൺട്രപ്രനേഴ്സിന് എന്തെങ്കിലും ഒരു ബഹുമാനം നമ്മൾ കൊടുക്കാറുണ്ടോ? ജോലി കൊടുക്കുന്ന ഓൺട്രപ്രനേഴ്സ് എന്തെങ്കിലും ഒരു ബഹുമാനം നമ്മൾ കൊടുക്കാറുണ്ടോ? അവർ IT അടച്ച കാശാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ടാക്സ് ഒന്ന് ഫ്രീഡം കൊടുത്തൂടെ? എന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? ഒന്നും നമ്മൾ ചെയ്യാറില്ലല്ലോ. അവർ നമ്മളെ ഇടങ്ങറാക്കാനാണ്. അപ്പം ഞാൻ പലപ്പോഴും അങ്ങനത്തെ ഒരു ക്ലട്ടറിൽ ഞാൻ പെടൂല. ഞാനെപ്പോഴും അവരെ ചേർത്ത് പിടിക്കലും, പിന്നെ ഞാൻ പലപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ പഠിപ്പിച്ച ഓരോ സ്റ്റുഡൻറ്റും മരിക്കുമ്പോൾ എൻ്റെ മയ്യത്തവിടെ വെക്കുമ്പോൾ അവിടെ വന്ന് അവന് പ്രാർത്ഥിക്കാൻ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുവരെ ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. അത് മാത്രമല്ല എൻ്റെ മക്കളിലേക്കും അവരുടെ റിലേഷൻഷിപ്പ് കിട്ടണം. എൻ്റെ മക്കളെ കാണുമ്പോൾ അവർക്ക് എൻ്റെ മക്കളെ സ്നേഹിക്കാൻ പറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നവനാണ്. എൻ്റെ പാർട്ട്നേഴ്സിനൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരെത്ര ചെയ്തു കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ അതപ്പം തന്നെ പൊറുക്കാറാണ് ഞാൻ ചെയ്യാറ്. അപ്പം അവരേക്ക് എന്തെങ്കിലും കുറേ നന്മകളുണ്ട് അവരുടെ കയ്യിലൊക്കെ. അപ്പം ഒന്ന് ഞാനതാണ് പഠിക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അവരൊക്കെ ഒരു ലൈവായിട്ടില്ലേ അപ്ലിക്കേഷൻ മോഡൽസാണ്. അപ്പോൾ എനിക്ക് എത്രത്തോളം സെക്ടർ വരണം അത്രത്തോളം എനിക്ക് സന്തോഷമാണ്. കാരണം ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ആ സെക്ടറിനെ പറ്റിയുള്ള ഗ്ലോബൽ കമ്പനീസൊക്കെ പിന്നെ പഠിക്കേണ്ടി ഞാൻ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ ഞാൻ അവരൊപ്പം ടൈം ഭയങ്കരമായിട്ട് ആസ്വദിക്കും. അവരൊപ്പം ഈ യാത്രകളൊക്കെ ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് പോയിട്ട് തല ഇടും. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് അവരിങ്ങനെ അവരെ ഓരോ തമാശകളും അവരെ കാര്യങ്ങളും അവരെ നിഷ്കളങ്കമായിട്ടുള്ള അവരെ ചർച്ചകളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെയാണ് എനിക്ക്. പിന്നെ ഞാൻ അവരെ ഫാമിലികൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അവരെ മക്കളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ അവർക്ക് വലിയൊരു വിഷൻ ബോർഡ് കൊടുത്തിട്ട് ഒരു 3 തലമുറ വരെ. പിന്നെ ഞാൻ എൻ്റെ 5 ടൈമിലെ പ്രാർത്ഥനകളിലും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അവരോരോ സ്ഥാപനങ്ങളും അവരെ കൺസോർഷ്യസൊക്കെ എല്ലായിടത്തും എത്തട്ടെ എന്നില്ലേ. കാരണം എനിക്കത്രയും അവരുടെ ഓരോ ഗ്രോത്തും എനിക്കത്രയും ഗൂസ് ബംസ് തരുന്ന കാര്യമാണ്. അവരുടെ വിളികൾ എനിക്കത്രയും സന്തോഷമുള്ള കാര്യമാണ്. ഇതൊക്കെയാണ് ഞാൻ അവിടുന്ന് പ്രധാനമായിട്ടും ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഈ വാഴകളും അതേപോലെ സമൂഹത്തിൽ ഈ പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരു സൊസൈറ്റിയുടെ ഇൻഫർമേഷൻ ഒരിക്കലും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഞാൻ ലിറ്ററലി എൻ്റെ മനസ്സിൽ അതൊക്കെ ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുറേ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു. ഇതിൽ ഈ വുമൺ എന്റർപ്രണേഴ്സ് ഉണ്ടോ? അവരുടെ ഒരു സാധ്യതകൾ അവരെങ്ങനെയൊക്കെയാണ്? ഈ വുമൺ ബേസിക്കലി പല ബിസിനസ്സുകാരുടെ പെൺകുട്ടികളും വരുന്നത് കാണാറുണ്ട്. അതേപോലെ ഈ വുമണെ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ ബിസിനസ്സിൻ്റെ മാക്സിമം ഒരു സാധനം ഇൻസ്റ്റഗ്രാമിൻ്റെ അപ്പുറം അത് ഗ്രോ ചെയ്യാറില്ല. പക്ഷേ എനിക്കൊരു സെറീന മാഡം വന്നിട്ടുണ്ട് ക്രോസ് കേരളയിൽ ബിസിനസ് ചെയ്യുന്ന. എന്തായിരുന്നു അവരുടെ ബിസിനസ്? അവർ ബേസിക്കലി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഗാസ്മ എന്ന് പറഞ്ഞിട്ടില്ലേ. ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയൊരു വുമൺ ഓൺട്രപ്രണറാണ്. പിന്നെ ഒരു സുഹൈല മാം വന്നിട്ടുണ്ടായിരുന്നു. അവർ ബേസിക്കലി സിൽവാൻ ഗ്രൂപ്പിലെ ഇതാണ്. അവർ ഒരു മൾട്ടിപ്പിൾ നാഷൻസ് സോഴ്സ് ചെയ്തിട്ട് അക്രോസ് 1-2 രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ലേഡിയായിട്ട് വളർന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബിസിനസ്സുകാരും വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും ഈ റീസെൻ്റ്ലി വായിച്ച HPR ആർട്ടിക്കിൾ കണ്ട വലിയൊരു കാര്യം,
വുമണ് പലപ്പോഴും ഈ ഏറ്റവും വലിയൊരു സംഭവം ഈ മദർ നിലയിൽ മക്കളെ നോക്കി വളർത്തുന്നതാണ് അവരുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോസി സ്പേസ് എന്നുള്ള നിലയിൽ സ്ത്രീകൾ പലപ്പോഴും പോവാറുണ്ട്. അപ്പോൾ അവരുടെ കരിയറിലെ ബ്രേക്കിൽ പലപ്പോഴും അങ്ങനൊരു മദർഹുഡ് എടുത്ത് അവരിങ്ങനെ നിൽക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു വീട്ടമ്മ എന്നുള്ള നിലയിലാവുമ്പോഴേക്ക് അവർ ഒരു കരിയറിൽ സീറോയിലേക്കാണ് കാലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പം അതിനെ പലപ്പോഴും ഇങ്ങനെ പറയുന്ന വലിയൊരു കാര്യമുണ്ട്, എന്തെങ്കിലും ഹോബീസിൽ ഫോക്കസ് ചെയ്യണം, അതേപോലെ തന്നെ കൺസൾട്ടൻസി, പാർട്ട് ടൈം വർക്ക് ഒക്കെ അവർക്ക് വർക്ക് ഫ്രം ഹോമൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഇൻ്റലക്ച്വലായിട്ടില്ലേ അല്ലെങ്കിൽ അവളുടെ ഒരു ഫിസിക്കലായിട്ടുള്ള ലൈഫ്, അതേപോലെ തന്നെ അവരുടെ എന്താ പറയുക ഒരു ഇൻ്റലക്ച്വൽ ഫിസിക്കൽ സൈഡല്ലാതെ അവരുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു സൈഡിനൊന്നും അതൊന്നും നർച്ചർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും ബിസിനസ് നല്ലൊരു സൈഡാണ് അതിന്. ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയ ഒരു വുമൺ ഓൺട്രപ്രീനർ ഇപ്പം എൻ്റെ ബാച്ചിൽ ഒരു 100 പറഞ്ഞിട്ടുള്ള മാമാണ്. അപ്പോൾ അവർ ശരിക്കൊരു സ്പീഡ് വേ ഹൈപ്പർ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൺസെപ്റ്റ് ഏകദേശം ഒരു 7ഓളം ഹൈപ്പർ മാർക്കറ്റ്സ് അവർക്കുണ്ട്. അപ്പോൾ അത് ദുബായ് ബേസ്ഡ് ആണ്. അവർ കുണ്ടോട്ടിക്കാരിയാണ്, കണ്ണൂർ ബേസ്ഡാണ്. കുണ്ടോട്ടി കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അസ്ലം, അതേപോലെ തന്നെ അവളുടെ ബ്രദർ ഇർഷാദ്, പിന്നെ 100. അപ്പോൾ ഈ 100 അതിലെ പല തോട്ടുകളുടെ അവളിപ്പോൾ ഓളർ പെർഫ്യൂംസ് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ്സും കൂടി അവൾ പെർഫ്യൂമിലും ഇതാക്കുന്നുണ്ട്. അപ്പം ഭയങ്കര ക്രിയേറ്റീവാണെന്നാണ് അവരെല്ലാവരും അവളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഒരു വുമൺ പേഴ്സ്പെക്റ്റീവ് നമുക്ക് നല്ല കിട്ടേണ്ടതുണ്ട് ബിസിനസ്സിൻ്റെ ബോർഡിലൊക്കെ. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും മിസ്സിങ് ആണ്. അപ്പോൾ അത് നമ്മൾ ഒരു വുമൺ ഫ്രണ്ട്ലി ആയിട്ട് വുമൺ ഓൺട്രപ്രനേഴ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായൊരു കാര്യം, ഇപ്പത്തിൻ്റെ 5th ബാച്ചിലാണ് സെയ്ത്തൂൻ്റെ ഹെഡായിട്ടില്ലേ മുയിനദവി നിൽക്കുന്നത്. മുയിനദവി ഒരു വുമൺ ഓൺലി ബിസിനസ് സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പത്തെ ബാച്ചിലുണ്ട് അദ്ദേഹം, എക്സിക്യൂട്ടീവ് നാട്ടിലെ. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഇങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം അതാകപ്പെടുത്ത് അങ്ങനെ വുമണായിട്ടില്ല ഹൗസ് വൈഫ്സിനൊക്കെ അദ്ദേഹം ഒരു സെഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു സാധനമൊക്കെ. അപ്പം അങ്ങനത്തെ കുറച്ചൊക്കെ ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവുമ്പോൾ പിന്നെ വുമൺ നമ്മളെക്കാളും ഹോളിസ്റ്റിക് ആണ്. ഒരു ബുക്ക് ഉണ്ടല്ലോ, മെൻ ആർ ഫ്രം മാഴ്സ്, വുമൺ ആർ ഫ്രം വീനസ് എന്നില്ലേ. അപ്പം നമുക്ക് ആ ഒരു ഹോളിസ്റ്റിക് തോട്ടും ആ ഒരു ഡിഫറൻഷ്യൽ തോട്ടും ഒരിക്കലും ഒരു വുമൺ സൈഡ് ഓഫ് ദ വ്യൂ നമ്മളുടെ ബോർഡിൽ ഇല്ലാത്തടത്തോളം കാലം നമുക്ക് എന്തായിരിക്കും, മിസ്സിങ് ആയിരിക്കും. അപ്പം അതും കൂടി നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു പോക്കാവണം പോവേണ്ടത്. ഇപ്പോൾ ഈ സ്ത്രീകൾ ബിസിനസ് ചെയ്താൽ വിജയിക്കും എന്ന് ഉള്ളൊരു കൺസെപ്റ്റ് ഇപ്പോഴും നമ്മളെ കമ്മ്യൂണിറ്റിയിൽ സ്പെഷ്യലി വന്നിട്ടില്ലല്ലോ. ഒരു കച്ചവടമൊക്കെ ചെയ്യുക, അങ്ങനെ ഒരു ഹെസിറ്റേഷൻ അതിനെ മറികടന്നാണോ ശരിക്കും കമ്മ്യൂണിറ്റി? ഇപ്പോൾ ഞാൻ നോക്കിയോട്ടെ, ഇപ്പോൾ നേഴ്സിങ്ങിൽ ഒരു സ്ത്രീക്കല്ലാതെ അത് കഴിയില്ല. ഇപ്പോൾ ഒരു പ്രൈമറി സ്കൂളിൽ ഒരു ലേഡി ടീച്ചറിനല്ലാതെ ഇപ്പോൾ എനിക്ക് തന്നെ ബി സ്കൂളിൽ ഞങ്ങളൊരു കാലിക്കറ്റ് പ്രോഗ്രാമൊക്കെ നടത്തിയപ്പോൾ ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റാത്ത ഡിസിപ്ലിൻ സംഭവങ്ങളൊക്കെ സോൾവ് ചെയ്ത് അവിടുത്തെ ഫാത്തിമ മാമും നിഷ മാമും ആയിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ കുറേ കൂടി നീറ്റായി സ്ഥാപനം, കുറേ കൂടി അവർക്ക് ആ ഒരു മദർഹുഡിൻ്റെ നാച്ചർ അവരിൽ കുറേ ഉണ്ട്. പിന്നെ അവർ നമ്മളെക്കാളും കെയറിങ് ആണ്. അവർ നമ്മളെക്കാളും പിന്നെ മനുഷ്യൻ്റെ ഇമോഷണൽ സൈഡ് മനസ്സിലാക്കിയിട്ട് അവരെ ചേർത്ത് പിടിക്കാൻ കഴിവില്ലവരാണ് സ്ത്രീകൾ. ഇപ്പോൾ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും ഫാറിനേക്കാളും ഉമ്മാനോടല്ലോ പറയാറ്. അത് ഫിമെയിൽ ഓഫ് ദ സ്പീഷീസിന് അത് ഭയങ്കര പവറാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് പലപ്പോഴും നമുക്ക് ഭയങ്കര നെഗറ്റീവാണ് അത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ഒരു പക്ഷേ ഇന്ന് കഴിഞ്ഞ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരാളായിരുന്നു ജസിൻഡ മാർക്കസ്. ഇപ്പോൾ എനിക്ക് തോന്നത്തോളം ഈ 1982 നെതന്യാഹു പിന്നെ ഈ ഇസ്ലാമിക് ടെററിസം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കൊണ്ടുവന്നു. അപ്പോൾ ഒബ്വിയസ്ലി മതങ്ങളിൽ പലപ്പോഴും ഇങ്ങനെ ഒരു വ്യൂ എടുക്കുന്നതും ആക്രമിക്കുന്നവരുണ്ടാവും. അത് അവരെ പിടിച്ചിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനൊരു ഇസ്ലാമിക് എന്ന് പറയുമ്പോൾ
അത് നമ്മളെല്ലാരെയും പിടിച്ച് അതിലേക്ക് കൂടുന്നതാണ്. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ടെററിസം, ജൂയിഷ് ടെററിസം എന്നൊക്കെ ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യപ്പെടാറില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരു മതത്തിന് അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്. നമ്മളെ കുറേ ആൾക്കാരൊക്കെ ആ മതം പ്രൊഫസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു തോട്ടെടുത്ത ഒരാളായിരുന്നു ജെസിൻഡ മാർക്കസ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ന്യൂസിലാൻഡിലെ പള്ളിയിൽ വെടിവെപ്പ് നടന്നപ്പോൾ അവരവിടെ വന്ന് കുത്തുബയിലൊക്കെ പങ്കെടുത്ത്, അതൊക്കെ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു. അതേപോലെ തന്നെ സിറിയൻസ് അവിടെ വാറ് കിടന്ന സമയത്ത് ഏഞ്ചല മെർക്കൽ അവരെ ട്രെയിനിലൊക്കെ വന്ന് സ്വീകരിച്ചിരുത്തി ഓരോ ജർമ്മൻകാരും ഓരോ സിറിയക്കാരെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിൽ, അത് സ്ത്രീകളല്ലായിരുന്നു കഴിയില്ലായിരുന്നു എന്നൊരു വിശ്വാസമാണ്. അപ്പോൾ സ്ത്രീകൾ പൊളിറ്റിക്കലി കുറെ കൂടി സക്സസ്ഫുൾ ആണ്. ഇപ്പം മൊഹുവ മൊയ്ത്ര ആയാലും എത്ര ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ലീഡറാണ് അവരൊക്കെ, മമതാ ബാനർജിയൊക്കെ. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയെടുത്തോളം പിന്നെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ അണ്ടർഡോഗ്സിനെയുള്ള ഏറ്റവും ഇഷ്ടം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മഞ്ജു വാര്യരെ എത്ര ഇഷ്ടപ്പെടുന്നത്? അവർ ആ ഒരു ഡിവേഴ്സ് കേസിലും കാശ് അങ്ങോട്ട് ദിലീപിന് കൊടുത്തിട്ട് ഡിവേഴ്സ് വാങ്ങിച്ച ഒരാൾ, എത്ര ഒരു ഔട്ട്സ്റ്റാൻഡിങ് വുമണാണ് അവർ. സ്വന്തം ഒരു അമ്മ മോളെ വിട്ടുകൊടുക്കുമോ, പക്ഷേ മഞ്ജു മോളെ കൊടുത്തില്ല. അപ്പോൾ ആ മഞ്ജു നമ്മളെല്ലാവരും ഹൃദയത്തിൽ താലോലിക്കുന്നുണ്ടല്ലോ മഞ്ജുവിനൊന്നും വരരുത്, മഞ്ജു രക്ഷപ്പെട്ടെന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉള്ളുകൊണ്ട് നമ്മൾ മഞ്ജുവിൻ്റെ ഒപ്പം നിൽക്കുന്നില്ലേ? അപ്പം നമ്മൾ സ്ത്രീകൾ സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, മലയാളി ഒരു പൊതുസമൂഹം. പിന്നെ നമ്മൾ ബേസിക്കലി ഒരു എന്താ പറയുക, പാട്രിയാർക്കലല്ല നമ്മളൊക്കെ. ഞാൻ മനസ്സിലാക്കിയുള്ള തിരൂർ മുതലല്ല ഈ തീരദേശ പ്രദേശത്ത് നമ്മളൊക്കെ മരുമക്കത്തായത്തു നിന്ന് വന്നവരാണ്. അപ്പം നമ്മൾ മാട്രിയാർക്കലാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പുതിയ തോട്ടാണ്. നമ്മൾ എന്തുണ്ടെങ്കിലും കുശുകുശുക്കമ്മൻ്റെ അടുത്താണ്. തന്നെയാണ് ഇപ്പോഴും അടിസ്ഥാനപരമായി ഒരു ഫാമിലിയുടെ ബേസ്. സത്യം. അപ്പം അതിൻ്റെ ഒരു ഹെഡ് എന്നുള്ളൂ. ഇപ്പോൾ കുറ്റിച്ചിറ ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ആ സ്ത്രീകൾക്ക് എന്ത് റെസ്പെക്റ്റ് പുരുഷന്മാർ കൊടുക്കണമെന്ന് അറിയാം. അത് അവർ ആ മാട്രിയാർക്കൽ സിസ്റ്റം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ അറേബ്യയിലൊക്കെ കണ്ട് സ്ത്രീകൾ ഒരു ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും. ഒരു ലിഫ്റ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ സ്ത്രീ കയറിയിട്ട് അവർ പോവുള്ളൂ. അപ്പം നമുക്കത് പലപ്പോഴും ഒരു സ്ത്രീനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന, ഒരു സ്ത്രീനെ അങ്ങനെ ആക്കുന്നതൊക്കെ പലപ്പോഴും എനിക്ക് തോന്നത്തോളം അത് നമ്മുടെ കൾച്ചറിൽ നിന്ന് വന്നൊന്നല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ഇന്ത്യൻ ട്രഡീഷൻ്റെ ഒരു സാധനം തോന്നുന്നുണ്ടല്ലേ, ഈ ഹിന്ദു ഐഡിയോളജികളിൽ നിന്ന് വന്ന. അങ്ങനെ ആവണമെന്നില്ല. അത് ഹിന്ദു ഐഡിയോളജികൾ കുറേ ഗോഡസുകളില്ലേ സ്ത്രീകളായിട്ടില്ലേ? അപ്പോൾ അതിലും കുറേ സ്ത്രീകളെ പരിരക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതെനിക്ക് തോന്നത്തോളം ഈ സിനിമകളിലൂടെ ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെട്ടാണെന്ന് എനിക്ക്. മാത്രമല്ല പിന്നെ ഒരു മെയിൽ ഡോമിനേഷന്റെ ഒരു സൗകര്യം അതാണല്ലോ. അതെ അതെ. എങ്ങനെയൊക്കെ പറഞ്ഞാലും സൊസൈറ്റി ഒരു മെയിൽ ഡോമിനേറ്റഡ് ആണല്ലോ, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അതെ അതെ. ശരി. അപ്പം സാറിൻ്റെ സമയത്തിന് നന്ദി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞല്ലോ. അപ്പം ഇനിയും ഈ ബിസിനസ്സുകാരെ മെൻറ്റർ ചെയ്യാൻ കഴിയട്ടെ. എനിക്കും ആവശ്യമാണ് മെൻറ്റർഷിപ്പ്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു റൂമി ഫോർ ഹാവിങ് മീ ഹിയർ. പിന്നെ റൂമിയുടെ വ്യൂവർഷിപ്പ് കൂടട്ടെ. റൂമി, ഞാൻ പലപ്പോഴും ഈ ഡോക്യുമെൻറ്റേഷന് എൻ്റെ ബ്രെയിനിലും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുമാണ് ചെയ്യണത്. അപ്പം ഞാൻ അതിൻ്റെ യാത്രകൾ മിസ്സാക്കാറില്ല, അതിൻ്റെ ക്ലാസ്സുകൾ മിസ്സാക്കാറില്ല. ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു 1 hour കൂടി ഞാൻ ഒരു വിളിക്കുകയാണെങ്കിൽ പോവാറുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യുന്നത് ഇത് ഞാൻ അൺകോൺഷ്യസ്ലി ഞാൻ അത് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൂമിനേക്കാളും അഡ്വാൻസ്ഡ് ആണ് ഇതൊക്കെ യൂട്യൂബിൽ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് കുട്ടികൾ പറഞ്ഞിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറിയത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഞാൻ പലപ്പോഴും കോളേജിലെ കുട്ടികളായതുകൊണ്ട് തന്നെ ജെൻസി കുട്ടികളാണ് എനിക്ക് മാക്സിമം ഉണ്ടായിട്ടില്ലത്. പക്ഷെ അത് ഇറ്റ് സെൽഫ് എനിക്ക് തരുന്ന സന്തോഷം ഒന്ന് വേറിട്ടാണ്. ഏകദേശം ഒരു 4 ലക്ഷം വ്യൂ വരും. അപ്പം നമുക്കൊരു ബ്രോഡർ സൊസൈറ്റിനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യപ്പെടാൻ പറ്റുന്നുണ്ട്, നമ്മളെ തോട്ടുകൾ റിഫ്ലക്റ്റ് ചെയ്യപ്പെടാൻ പറ്റുന്നുണ്ട്. അപ്പം പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും റൂമി ചെയ്യുന്നത് ഇനിയും വളരട്ടെ, ഈ ഡോക്യുമെന്റേഷൻ നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.